നമസ്കാരം. പ്രിയ വരാഹി ഭക്ത സന്താനങ്ങളെ, 2025 ഡിസംബർ മാസം 6-7 തീയതികളിൽ, വൃശ്ചികം 20-21 തീയതികളിൽ മണ്ഡല പുണ്യ കാലത്ത് അലന്താഴം മഹാവാരാഹി ക്ഷേത്രാങ്കണത്തിൽ വച്ചിട്ട് മൂകാംബി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ്റെ കാർമ്മികത്വത്തിൽ ആചാര്യം അദ്ദേഹത്തിനാണ് വഹിക്കുന്നത്. നവചണ്ഡികാഹോമം നടത്തപ്പെടുകയാണ്. തദവസരത്തിലേക്ക്, ആ യജ്ഞശാലയിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യണം. ഇപ്പോൾ എന്താണ് ചണ്ഡികാഹോമം എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ചണ്ഡിക എന്നുള്ളത് ദേവിയുടെ പ്രീതിക്ക് വേണ്ടി നടത്തുന്നത് ചണ്ഡികാഹോമം എന്നുള്ളതാണ്. ഓരോ ദേവന്മാർക്കും അങ്ങനെയാണ്. സുദർശന ഹോമം എന്ന് പറഞ്ഞാൽ ആ സുദർശനമൂർത്തിയുടെ പ്രീതിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയമൂർത്തിയുടെ, ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി, വിഘ്നങ്ങൾ തീരാൻ വേണ്ടി. അങ്ങനെയാണ് ഓരോ ഹോമങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ചണ്ഡികാഹോമം എന്ന് പറഞ്ഞാൽ ചണ്ഡികാദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന ഒരു യാഗപദ്ധതിയാണ്. ഈ ചണ്ഡിക എന്ന് പറയുന്നത്, ചണ്ഡി എന്ന് പറയുന്നത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം കോപം എന്നാണ്. വേദത്തിലൊക്കെ ഇപ്പോൾ രുദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോപം എന്നാണ്, രുദ്ര. ഇപ്പോൾ ശ്രീരുദ്രൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്, നമസ്തേ രുദ്രമന്യവ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോപം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അന്ധകാരമയമായിരുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു ഊർജം നിലനിന്നിരുന്നു. അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയണത്. അതിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അത് നാളെ ഉണ്ടാവും. അതിന് ആരംഭം ഇല്ല, അതിന് അവസാനവും ഇല്ല. അതുകൊണ്ടാണ് അത് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിന് ഒരു തോന്നല്, ഒരു പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണം എന്നുള്ളത്, ഒരു വിനോദം, ഒരു കളി. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം അത് വെച്ച് കളിക്കുക, അത് കഴിഞ്ഞാൽ അത് ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിപ്പിക്കുക. ആ തോന്നലിനെ, അതിനാണ് കോപം എന്ന് പറയണേ. ആ തോന്നലിനെ ആണ്, പിന്നീട് നടന്ന സൃഷ്ടി പ്രവൃത്തികളെ ആണ് ചണ്ഡി എന്നുള്ള വാക്യാർത്ഥം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് ആ പട്ടമഹിഷിയായിട്ടാണ്, ബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷിയായിട്ടാണ്, ഭാര്യയായിട്ടാണ് കണക്കാക്കുന്നത്. ഓരോ അവസരത്തിലും ഇപ്പോൾ ചണ്ഡികാഹോമം നടക്കുമ്പോഴും സപ്തശതി ദേവീ മഹാത്മ്യമാണ്. ആഹൂതിക്കായിട്ട് നമ്മൾ ഉള്ള മന്ത്രങ്ങൾ, അതിൽ പൂർവഖണ്ഡം, മധ്യമചരിത്രം, ഉത്തമചരിത്രം 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ ലക്ഷ്മി, കാളി, സരസ്വതി എന്നുള്ള 3 സ്വരൂപത്തിലാണ് ഈ ബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷികളെ നമ്മൾ സ്മരിച്ച് അവരുടെ പ്രീതിക്ക് വേണ്ടി ഹോമം ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു ഏറ്റവും ചുരുക്കി നമ്മളതിനെക്കുറിച്ചൊരു താല്പര്യം, എന്തിനാണിത് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു ഫലഭാഗം ദേവിയുടെ പ്രീതിക്കാണ് എന്ന് പറഞ്ഞുവല്ലോ. ഇത് പാരായണം ചെയ്താൽ തന്നെ, ഹോമം ചെയ്യുമ്പോൾ, യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അനവധി. ഈ പാരായണം ചെയ്യുമ്പോൾ തന്നെ പഠേൽ പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്യുത, 3 സന്ധ്യകളിൽ ഇത് പാരായണം ചെയ്യുക അല്ലെങ്കിൽ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ദൈവീകലാഭവേ തസ്യ ത്രൈലോക്യേഷ അപരാജിത. ആ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകളിൽ ദൈവീകല, ദേവിയുടെ ചൈതന്യം ആ വ്യക്തിയിലുണ്ടാവും.
ത്രൈലോക്യഷ പരാജിത. 3 ലോകങ്ങളിലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാനായിട്ട് യാതൊരു ശക്തി ഉണ്ടാവില്ല. വിജയിച്ചു നിൽക്കുന്ന ആളായിരിക്കും, അപരാജിതനായിരിക്കും. പിന്നെയോ ജീവേത് വർഷശതം അപമൃത്യു വിവർജിത. അപമൃത്യുകളൊന്നും ഇല്ലാണ്ട് 100 വർഷം ആയുസ്സുള്ള 100 വർഷത്തിലധികം ആയുസ്സുകൾ ഉണ്ടാവും.